പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. പൊരുതുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പൊരുതണം. അതായത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ പോലെ തന്നെ പൊരുതണം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നടന്ന ISL മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബും അതുപോലെ തന്നെ ചെന്നൈയിൻ FC തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. എന്നാൽ ചെന്നൈയിൻ FC 2 ഗോളുകൾ അടിച്ച് മുന്നിൽ നിൽക്കവെയാണ് ഇഞ്ചുറി ടൈമിൽ 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് നമ്മൾ കണ്ടത്. അതും മത്സരം തീരാൻ അവസാന മിനിറ്റിലാണ് ഒരു പെനാൽറ്റിയിലൂടെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് 2-2 സമനിലയും നേടിയിരിക്കുന്നത്. കൂടാതെ 90-ാം മിനിറ്റിൻ്റെ 90+5 മിനിറ്റ്, അതായത് 90-ാം മിനിറ്റിൻ്റെ 5ാം ഇഞ്ചുറി ടൈമിലാണ് അവർ ആദ്യ ഗോൾ മടക്കിയത്. കൂടാതെ 90-ാം മിനിറ്റിൻ്റെ 12ാം ഇഞ്ചുറി ടൈമിൽ അവർ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് അങ്ങനെ സമനില നേടിക്കൊണ്ട് മത്സരം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്തായാലും മികച്ച ഒരു സമനില തന്നെ, പൊരുതി നേടിയ ഒരു സമനില തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്തായാലും സമനില എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമനില തന്നെ നേടേണ്ടതായിട്ടുണ്ട്. ഏതായാലും ISL പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 1-ാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ്. 2-ാം സ്ഥാനത്ത് നിലവിൽ ഗോവയാണ് തുടരുന്നത്. അതുപോലെ തന്നെ 3-ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ബംഗളൂരു FCയും, 4-ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ FCയുമാണ് നിലവിലുള്ളത്. 5-ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ളത് പോയിന്റ് ടേബിളിൽ 8-ാം സ്ഥാനത്താണ്. അടുത്ത മത്സരം വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് 7-ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ 6-ാം സ്ഥാനത്തേക്കോ കയറി വരാനായിട്ട് സാധിക്കും. നല്ല ഗോൾ മാർജിനിലാണ്, ഏകദേശം 3 ഗോളിൻ്റെ ഗോൾ മാർജിനിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിക്കാനായിട്ട് സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് 6-ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ 5-ാം സ്ഥാനത്തേക്കോ ആയിട്ട് കയറി വരാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്തായാലും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് അങ്ങനെ പൊരുതി നേടിയ ഒരു സമനിലയോടുകൂടി അവർക്ക് 1 പോയിന്റ് അങ്ങനെ ലഭിച്ചിരിക്കുകയാണ്.